Good morning, all. Good morning. Good morning. ഗുഡ് മോർണിംഗ്. പ്രപഞ്ച താങ്ക് യു. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സൂസൻ മാം ആണ്. മാമിനെ അറിയാത്തവർ ഈ മോർണിംഗ് സർക്കിളിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാമിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലൂടെ സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യാല്ലേ മാം? Yes, start ചെയ്യാം. Thank you very much, സജന മാം. ഇന്ന് ഒരു ദിവസം കൂടെ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കിട്ടിയ ഈ അവസരത്തിനായിട്ട് ഞാൻ സർവീസിന് നന്ദി പറയുന്നു. അതുപോലെ മോർണിംഗ് സർക്കിളിന്റെ ചുക്കാൻ പിടിക്കുന്ന സജന മാമിനും വിംബിളിന്റെ മോർണിംഗ് സർക്കിളിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഈ സെഷനിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ഈ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അൺബോക്സ് യുവർ ലിമിറ്റ്ലെസ് ഡ്രീംസ് എന്നുള്ളതാണ്. അതായത് നിങ്ങളിലെ അതിരുകളില്ലാത്ത സ്വപ്നങ്ങളെ ഉണർത്തൂ എന്നുള്ളതാണ്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഒരു കോട്ടാണ് നിങ്ങളോട് ഞാൻ ആദ്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റ്സ് ഗോസ് ലൈക്ക് ദിസ്: hardships often prepare ordinary people for an extraordinary destiny. അതായത് സാധാരണക്കാരായ മനുഷ്യരെ അസാധാരണമായ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ പലപ്പോഴും അവരെ സജ്ജരാക്കുന്നത് അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ്. ഈ കോട്ട് ഫേമസ് ബ്രിട്ടീഷ് റൈറ്ററും ലിറ്റററി സ്കോളറുമായിരുന്ന C.S. ലൂയിസിൻ്റെതാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കഷ്ടപ്പാടിനെ പറ്റിയും വേദനകളെ പറ്റിയും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതിനെ പറ്റിയും ഒക്കെ നമ്മുടെ മോർണിംഗ് സർക്കിളിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനോടൊക്കെ ചേർത്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു കഥയിലൂടെയാണ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കഥ കേൾക്കാം. പക്ഷെ കഥ കേട്ട് ആരും ഉറങ്ങിപ്പോകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമേ നമുക്ക് കഥയിലേക്ക് കിടക്കാം. അതിനുശേഷം നമുക്ക് അതിനെ പറ്റിയുള്ള ഡിസ്കഷനിലേക്കും ഒക്കെ പോകാം. ഓക്കെ, പെട്ടികളിൽ ഒതുങ്ങാത്ത സ്വപ്നങ്ങൾ എന്നാണ് ഈ കഥയുടെ പേര്. കാലിഫോർണിയയിലെ വിശാലമായ സ്ട്രോബെറി പാടങ്ങൾ. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ താഴാൻ തുടങ്ങുമ്പോൾ ആകാശത്തിന് സ്ട്രോബെറി പഴങ്ങളുടെ അതേ വർണ്ണമായിരിക്കും. പകൽ മുഴുവൻ എരിയുന്ന കൊടും ചൂടിന് നേരിയ ശമനം വരുന്ന ആ സന്ധ്യാസമയത്ത് ആയിരക്കണക്കിന് ബ്ലാക്ക് ബേർഡുകളും കാക്കകളും വലിയ കൂട്ടങ്ങളായി ആകാശത്ത് വട്ടമിട്ട് പറക്കും. സ്വന്തം കൂടുകളിലേക്ക് മടങ്ങുന്ന ആ പക്ഷിക്കൂട്ടങ്ങളെ നോക്കി പാടവരമ്പത്ത് അഴുക്കുപുരണ്ട വസ്ത്രങ്ങളുമായി ഒരു 12കാരൻ നിൽപ്പുണ്ടായി. പച്ചീറ്റോ, അതാണ് അവന്റെ പേര്. ആ പക്ഷികൾക്കെല്ലാം ചേക്കേറാൻ സ്വന്തമായി ഒരു കൂടുണ്ട്. എന്നാൽ പച്ചീറ്റോയ്ക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അവന്റെ ജീവിതം പാടങ്ങളിൽ നിന്ന് പാടങ്ങളിലേക്കുള്ള ഒരു നിരന്തര യാത്ര മാത്രമാണ്. അവന് 4 വയസ്സുള്ളപ്പോൾ മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറിയതാണ് ആ കുടുംബം. പൊടി പിടിച്ച ഒരു പഴയ കാറായിരുന്നു അവരുടെ ഏക ലോകം. അച്ഛൻ സ്നേഹത്തോടെ കർക്കാച്ചിറ്റ എന്ന് വിളിക്കുന്ന ആ കാറും അമ്മ ജീവന് തുല്യം കാത്തു സൂക്ഷിക്കുന്ന തുരുമ്പിച്ച പഴയ പാത്രങ്ങളും പിന്നെ എന്തിനും തയ്യാറായി നിൽക്കുന്ന കുറച്ച് കാർഡ്ബോർഡ് പെട്ടികളും അതായിരുന്നു അവരുടെ ആകെ സമ്പാദ്യം. ഒരു വിളവെടുപ്പ് കാലം കഴിയുമ്പോൾ അടുത്ത കൃഷിയിടം തേടി അവർ വണ്ടി കയറും. ചുട്ടുപൊള്ളുന്ന വെയിലിൽ കുനിഞ്ഞു നിന്ന് സ്ട്രോബെറികൾ പറിക്കുമ്പോൾ
പച്ചീറ്റോയുടെ പിഞ്ചു കൈകൾ വേദന കൊണ്ട് വിറയ്ക്കും. പക്ഷെ അവന്റെ മനസ്സ് പറന്ന് നടക്കും. ഈ മണ്ണ് ഞങ്ങളുടേതാണോ, അതോ ഞങ്ങൾ ഈ മണ്ണിൻ്റേത് മാത്രമാണോ? അവൻ പലപ്പോഴും സ്വയം ചോദിക്കുമായിരുന്നു. വിളവെടുപ്പ് കഴിഞ്ഞുള്ള സമയങ്ങളിൽ അടുത്തുള്ള പ്രൈമറി സ്കൂളിൽ പോകും അവൻ. അവിടെ അവനൊരു ഉറ്റ ചങ്ങാതിയെയും കിട്ടി. മാനുവൽ എന്നായിരുന്നു അവന്റെ പേര്. ഒരുമിച്ച് പാടവരമ്പിലൂടെ ഓടിക്കളിച്ചും ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തുകളെ നോക്കി സ്വപ്നം കണ്ടു. ആ മണ്ണിൽ അവൻ തന്റെ സന്തോഷത്തിന്റെ വേരുകൾ ആഴ്ത്താൻ തുടങ്ങിയിരുന്നു. എന്നാൽ എല്ലാ ഋതുക്കളും ഒരു നാൾ അവസാനിക്കുമല്ലോ. ഓഗസ്റ്റ് മാസത്തിന്റെ അവസാന നാളുകളിലൊന്നും ഒരു സന്ധ്യയ്ക്ക് അച്ഛൻ അവന്റെ തോളിൽ കൈവച്ച് ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, നമ്മൾ പോകുകയാണ്. പച്ചീറ്റോയുടെ ഹൃദയം വേദനിച്ചു. ഇവിടെ അവനൊരു കൂട്ടുകാരനെ കിട്ടിയിരുന്നു. പക്ഷേ അവന്റെ ദുഃഖത്തിന് അവിടെ സ്ഥാനമുണ്ടായിരുന്നില്ല. ജീവിതം മുന്നോട്ട് പോയേ തീരൂ. വീണ്ടും ആ പഴയ കാർഡ്ബോർഡ് പെട്ടികൾ നിറഞ്ഞു. അമ്മയുടെ പാത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം ആ പഴയ കാറിൽ കയറ്റി അവർ ഫ്രെസ്നോ ലക്ഷ്യമാക്കി യാത്രയായി. ഫ്രെസ്നോയിൽ അവരെ കാത്തിരുന്നത് മുന്തിരിത്തോട്ടങ്ങളായിരുന്നു. പൊള്ളുന്ന വെയിലിൽ അവനും ജ്യേഷ്ഠൻ റോബർട്ടോയും അച്ഛനോടൊപ്പം തളരാതെ പണിയെടുത്തു. തകർന്നു വീഴാറായ ഒരു ഗരാജിലായിരുന്നു അവരുടെ താമസം. രാത്രിയിൽ തണുത്ത കാറ്റ് വിടവുകളിലൂടെ അകത്തേക്ക് അടിച്ചു കയറും. എങ്കിലും ആ ഗരാജിന്റെ മൂലയിൽ അമ്മ തന്റെ പഴയ പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അവിടെ ഒരു യഥാർത്ഥ വീടിന്റെ സ്നേഹം നിറഞ്ഞു നിന്നിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. മുന്തിരി വിളവെടുപ്പും അവസാനിച്ചു. നവംബറിലെ തണുപ്പ് തുടങ്ങിയ ഒരു പ്രഭാതത്തിൽ അച്ഛൻ പറഞ്ഞു, പച്ചീറ്റോ, നിനക്കിനി സ്കൂളിൽ പോകാം. അവൻ ഒരേ സമയം പേടിച്ചും സന്തോഷിച്ചും ധരിച്ചു നിന്നു. അങ്ങനെ അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി. ഇംഗ്ലീഷ് തീരെ അറിയാത്തതുകൊണ്ട് ആദ്യ ദിവസം അവൻ ക്ലാസ്സിൽ തല കുനിച്ചിരുന്നു. ആരും അവനോട് മിണ്ടിയില്ല. എന്നാൽ ഉച്ചയ്ക്ക് തനിച്ച് പുസ്തകം വായിക്കാനിരുന്ന അവന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. അവന്റെ 6ാം ക്ലാസ്സിലെ അധ്യാപകൻ മിസ്റ്റർ ലേമ. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിറയെ സ്നേഹമായിരുന്നു. പച്ചീറ്റോയുടെ പ്രയാസം മനസ്സിലാക്കിയ ആ നല്ല മനുഷ്യൻ എല്ലാ ദിവസവും ഉച്ചഭക്ഷണ സമയത്ത് അവനെ കൂടെ ഇരുത്തി ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞപ്പോൾ മിസ്റ്റർ ലേമ അവനെ അരികിലേക്ക് വിളിച്ച് ചോദിച്ചു, പച്ചീറ്റോ, നിനക്ക് സംഗീതം ഇഷ്ടമാണോ? എങ്കിൽ ഞാൻ നിന്നെ ട്രംപറ്റ് വായിക്കാൻ പഠിപ്പിക്കാം. നിനക്ക് നമ്മുടെ സ്കൂൾ ബാൻഡിൽ ചേരുകയും ചെയ്യും. ട്രംപറ്റ്! ആ നിമിഷം അവന്റെ ലോകം മാറി മറിഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി നാളെയെക്കുറിച്ച് അവനൊരു വലിയ സ്വപ്നമുണ്ടായി. സന്തോഷം കൊണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. മിസ്റ്റർ ലേമയോട് 1000 നന്ദി പറഞ്ഞ് അവൻ വീട്ടിലേക്ക് ഓടി. ഈ വലിയ വാർത്ത അമ്മയോടും അച്ഛനോടും പറയണം. ഇനി ജീവിതം മാറാൻ പോവുകയാണ്. കിതച്ചുകൊണ്ട് ഗരാജിന്റെ വാതിൽക്കൽ എത്തിയ അവൻ പെട്ടെന്ന് സ്തംഭിച്ചുപോയി. അകത്ത് വല്ലാത്തൊരു നിശബ്ദത. അവന്റെ നെഞ്ചിൽ ഒരു ആന്തൽ അനുഭവപ്പെട്ടു. ആ മുറിയുടെ നടുവിലായി വൃത്തിയായി അടുക്കി വെച്ചിരിക്കുന്നു അതേ കാർഡ്ബോർഡ് ബോക്സുകൾ. സ്ട്രോബെറി തോട്ടത്തിൽ നിന്ന് വരുമ്പോൾ കണ്ട അതേ പെട്ടികൾ. അവന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ അത് വീണ്ടും ഒരുങ്ങിയിരിക്കുന്നു. അച്ഛൻ അവന്റെ തോളിൽ കൈവച്ച് പറഞ്ഞു, നമ്മൾ പോകുന്നു മകനെ.
വേറെ ഒരിടത്ത് പുതിയ ജോലി കിട്ടിയിട്ടുണ്ട്. പച്ചീറ്റോയുടെ കണ്ണുനീർ ചാലിട്ടൊഴുകി. അവന്റെ സ്വപ്നം, ആ ട്രംപറ്റ്, മിസ്റ്റർ ലേമ, എല്ലാം ആ നിമിഷം അവസാനിക്കുകയാണ്. അവന്റെ ലോകം ഇരുണ്ടു പോയതുപോലെ തോന്നി. പക്ഷേ ആ കണ്ണുനീരിനിടയിലും അവന്റെ ഉള്ളിൽ പുതിയൊരു വെളിച്ചം തെളിഞ്ഞു വന്നു. അവൻ ആ കാർഡ്ബോർഡ് പെട്ടികളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവന്റെ വസ്ത്രങ്ങൾ, പുസ്തകങ്ങൾ, അമ്മയുടെ പാത്രം, ഭൗതികമായ എന്തും അതിലൊതുക്കാം. പക്ഷേ മിസ്റ്റർ ലേമ അവന്റെ മനസ്സിൽ കൊളുത്തി തന്ന ആ വലിയ പ്രതീക്ഷ, ട്രംപറ്റിന്റെ സംഗീതം, അവന്റെ ഹൃദയം നിറച്ച ആവേശം, അതൊന്നും ഈ പഴയ പെട്ടികളിൽ പാക്ക് ചെയ്യാൻ കഴിയില്ല. അതൊന്നും അതിൽ ഉൾക്കൊള്ളില്ല. അത് അവന്റെ മാത്രം സ്വപ്നമാണ്. എവിടെ പോയാലും കൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന അവന്റെ സ്വന്തം നിധി. അന്ന് രാത്രി പഴയ കർക്കാച്ചിറ്റ വീണ്ടും ഇരുട്ടിലേക്ക് യാത്ര തുടങ്ങിയപ്പോൾ പച്ചീറ്റോ പുറത്തേക്ക് നോക്കി മനസ്സിൽ ഉറപ്പിച്ചു, എന്റെ സ്വപ്നങ്ങളെ ഒരു പെട്ടിക്കും ഒതുക്കാനാകില്ല. എന്നാൽ അതൊരു അവസാനമായിരുന്നില്ല. അവരുടെ യാത്ര അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഓരോ പലായനവും അവനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് പ്രതിസന്ധികളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു അവന്റെ ജീവിതത്തിൽ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ അവനെ സ്കൂളിൽ നിന്നും പിടികൂടി കുടുംബത്തോടൊപ്പം തിരികെ മെക്സിക്കോയിലേക്ക് നാടുകടത്തി. പക്ഷെ അവൻ തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് നിയമപരമായി തന്നെ അവർ അമേരിക്കയിലേക്ക് തിരിച്ചെത്തി. അസുഖം വന്ന് അച്ഛൻ കിടപ്പിലായപ്പോൾ പട്ടിണി മാറ്റാൻ ഹൈസ്കൂൾ പഠനത്തിനോടൊപ്പം ആഴ്ചയിൽ 35 മണിക്കൂറോളം അവനൊരു തൂപ്പുകാരനായി ജോലി ചെയ്തു. ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേരിൽ ഒരു കാലത്ത് ബുദ്ധിമാന്ദ്യമുണ്ടെന്ന് അധ്യാപകർ കരുതിയ ആ കൊച്ചു പച്ചീറ്റോ തന്റെ കഠിനാധ്വാനം കൊണ്ട് നിരവധി സ്കോളർഷിപ്പുകൾ നേടി. സാന്റാ ക്ലാര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും ലോക പ്രസിദ്ധമായ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും കരസ്ഥമാക്കി. അമേരിക്കയിലെ ഏറ്റവും മികച്ച അധ്യാപകരിൽ ഒരാളും തന്റെ ജീവിതകഥ എഴുതി ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക് വലിയൊരു പ്രചോദനം നൽകുന്ന പ്രശസ്ത സാഹിത്യകാരനുമായി അദ്ദേഹം മാറി. സാക്ഷാൽ ഡോക്ടർ ഫ്രാൻസിസ്കോ ജിമെനസ്. അദ്ദേഹത്തിന്റെ കഥയാണ് നമ്മളിപ്പോൾ കേട്ടത്. സോ ദ സ്റ്റോറി ഓഫ് പച്ചീറ്റോ, ഇറ്റ് ഈസ് often shared in motivational and personal contexts by Dr. Francisco Jimenez. It is a symbolic story. It is about a small Mexican boy who grew beyond the limitations placed on him. What were the limitations? The limitations were placed on him by society, fear, and his own self-beliefs. ഈ കഥയുടെ സന്ദേശം അൺബോക്സിംഗ് യുവർ ലിമിറ്റ്ലെസ് ഡ്രീംസ് എന്ന ആശയവുമായിട്ട് വളരെ ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതായത് മനുഷ്യന്റെ കഴിവുകളും സാധ്യതകളും നമ്മൾ കരുതുന്നതിലും വലിയതാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്, അല്ലേ? പച്ചീറ്റയുടെ കഥ ആളുകളുടെ മനസ്സിൽ, ഹൃദയത്തെ ഇത്രയും സ്പർശിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അതിന്റെ കാരണം എന്തായിരിക്കാം? അവൻ നമ്മളെ ഓരോരുത്തരെയും പോലെ ഉള്ളിൽ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന അകത്തുള്ള കുട്ടിയെ പ്രതിനിധീകരിക്കുന്നതിനാലാണ് ഇതിങ്ങനെ കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തെ ഇത്ര ആഴമായി സ്പർശിക്കുന്നത്. ഈ കുട്ടി എങ്ങനെയാണ്? പരാജയത്തെ ഭയക്കുന്ന കുട്ടി, നിരന്തരമായ വിമർശനങ്ങളിൽ വളർന്നു വരുന്ന കുട്ടി, ദാരിദ്ര്യവും സാഹചര്യങ്ങളും കൊണ്ട് പരിമിതപ്പെടുന്ന സാഹചര്യം ഉള്ള കുട്ടി. എന്നാൽ ഉള്ളിൽ അവൻ എന്തുണ്ടായിരുന്നു? അളവറ്റ കഴിവുകളും സ്വപ്നങ്ങളും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുട്ടി.
അങ്ങനെ ഒരു കുട്ടിയായിരുന്നു പച്ചീറ്റോ. നമ്മൾക്ക് ഇത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ഈ കഥയുടെ കേന്ദ്രമായ സന്ദേശം വിജയം എന്നുള്ളതല്ല, അതിനപ്പുറമായി പല കാര്യങ്ങളും ഉണ്ട്. വിലപ്പെട്ട പലതും ഇത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം? വ്യക്തിത്വത്തെക്കുറിച്ച്, ധൈര്യത്തെക്കുറിച്ച്, ആത്മവിശ്വാസത്തെക്കുറിച്ച്, കൂടെ എല്ലാം ഒരു ജീവിത പരിവർത്തനം തന്നെ ഉണ്ടാകുന്നതിനെ കുറിച്ച് അല്ലേ? പച്ചീറ്റോയുടെ കഥയോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന സൈക്കോളജിക്കൽ ഇൻസൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? പല കാര്യങ്ങളുണ്ട്, നമുക്കതൊന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ഇൻവിസിബിൾ വെൽത്ത് എന്നുള്ളത്. അതായത് പെട്ടികൾക്കുള്ളിൽ ഒതുങ്ങാത്ത അദൃശ്യമായ സമ്പാദ്യം. എന്തൊക്കെയാണ് നമ്മൾക്ക് ബോക്സിൽ ഒതുക്കാൻ പറ്റുന്നത്? ഭൗതികമായ എന്തും നമുക്ക് ബോക്സുകളിൽ വെക്കാം അല്ലേ? എന്നാൽ നമ്മുടെ സാഹചര്യങ്ങൾ എത്ര അൺസ്റ്റേബിൾ ആണെങ്കിലും നമ്മളുടെ ഉള്ളിലെ അറിവുകളും കഴിവുകളും നിശ്ചയദാർഢ്യവും ഒന്നും ആർക്കും എടുത്തു മാറ്റാൻ സാധിക്കില്ല അല്ലേ? പുറം ലോകത്ത് ധാരാളം പ്രതിസന്ധികൾ ഉണ്ടാകാം. എന്നാൽ അവയൊക്കെ ധൈര്യമായി നേരിടുമ്പോൾ അത് നമ്മളെ പ്രാപ്തരാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളോട് കൂടെ എപ്പോഴും യാത്ര ചെയ്ത ഈ അദൃശ്യമായ സമ്പത്താണ് ഇതിനെയൊക്കെ നേരിടാൻ നമ്മളെ സാധ്യമാക്കുന്നത്. എന്തായിരുന്നു ആ സമ്പത്ത്? നമ്മുടെ അറിവുകളും കഴിവുകളും നിശ്ചയദാർഢ്യവും. അതാണ് നമ്മുടെ ഇൻവിസിബിൾ വെൽത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ദ മാജിക് ഓഫ് എൻകറേജ്മെന്റ്. എൻകറേജ്മെന്റ്, പ്രതീക്ഷയുടെ മാന്ത്രികത, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പച്ചീറ്റോയുടെ ജീവിതത്തിൽ മിസ്റ്റർ ലേമ എന്ന അധ്യാപകന്റെ സ്നേഹവും പ്രോത്സാഹനവും മാത്രമാണ് പച്ചീറ്റോയുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റത്തിന് തിരികൊളുത്തിയത് അല്ലേ? നമ്മളുടെയൊക്കെ ലൈഫിലും ഇതുപോലെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചവരുണ്ടാകാം. നമ്മൾ മറ്റൊരാൾക്ക് പ്രതീക്ഷയുടെ ഒരു കിരണം, ഒരു റേ ഓഫ് ഹോപ്പ്, ഒരു നല്ല വാക്ക് അത് കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തെ തന്നെ അത് മാറ്റിമറിക്കാനുള്ള സാധ്യതയുണ്ട്. ചുറ്റുമുള്ളവരിലേക്ക് ഈ വലിയ ഊർജം പകരാനായിട്ട് എപ്പോഴും നമുക്ക് ശ്രമിക്കാം. നല്ല എൻകറേജ്മെന്റ് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ ഒരു മാന്ത്രികത സൃഷ്ടിക്കാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കും അല്ലെ? മൂന്നാമത്തേതാണ് ലിമിറ്റിംഗ് ബിലീഫ്സ്. പച്ചീറ്റോയുടെ കഥ മറ്റൊരു വലിയ സത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അതെന്താണ്? പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പരിമിതിപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ മാത്രമല്ല, പിന്നെന്തായിരിക്കാം? നമ്മുടെ മനസ്സിലെ തന്നെ വിശ്വാസങ്ങളും ആണ് അല്ലെ? ഇവയെ നമ്മൾ സൈക്കോളജിയിൽ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നാണ് പറയുന്നത്. അതെന്താണ് ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മെ പിന്നോട്ട് പിടിച്ചു നിർത്തുന്നു അല്ലെ? ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവായിട്ടുള്ള വിശ്വാസം. നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ ചില ബോക്സുകൾ ഉണ്ടാക്കി ജീവിക്കുന്നുണ്ടാവാം. ആ ബോക്സിൽ എന്തായിരിക്കാം ഉള്ളത്? എനിക്ക് അത്ര കഴിവൊന്നുമില്ല, ഞാൻ മറ്റുള്ളവരെ പോലെ അത്ര മിടുക്കരല്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഞാൻ തോറ്റുപോകും, തോറ്റുപോയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, പരാജയപ്പെട്ടാൽ വലിയൊരു സങ്കടമല്ലേ? ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള ഇങ്ങനെയുള്ള ബിലീഫ്സ് അത് നമ്മളെ പുറകോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ചീറ്റോയുടെ കഥ പറയുന്നത് നമ്മളിൽ പലർക്കും കഴിവ് കുറവല്ല, എനിക്ക് കഴിവില്ല എന്ന് ചിന്തിക്കേണ്ടതായ ആവശ്യമില്ല. നമുക്ക് കഴിവ് കുറവുണ്ടെന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് ആത്മവിശ്വാസം കുറവുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മെ പുറകോട്ട് വലിക്കുന്നുണ്ടാവാം. നമ്മൾ മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ when we believe in them, they'll start to have a transformation. Slowly it will change their lives. കാരണം എന്തായിരിക്കാം? മനുഷ്യന്റെ മനസ്സിന് ഒരു പ്രത്യേക ശക്തിയുണ്ട്. എന്താണ് ആ ശക്തി? നമ്മെക്കുറിച്ചുള്ള എന്ത് വിശ്വാസമാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ
സൂക്ഷിക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് ബിലീഫ്സ്, ലിമിറ്റിംഗ് ബിലീഫ്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലേ? അതിന് നമ്മളെ നിയന്ത്രിക്കാൻ അനുവാദം കൊടുക്കാതിരിക്കുക. നാലാമത്തെ കാര്യമാണ് ലേണഡ് ഹെൽപ്ലെസ്നെസ് വേഴ്സസ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ചീറ്റയുടെ ജീവിതം നോക്കിയാൽ ആരംഭത്തിൽ അവൻ ചെറിയവനാണ്, അല്ലെങ്കിൽ പരിമിതൻ, അവന് ധാരാളം പരിമിതികളുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അവൻ ചിന്തിച്ചിട്ടുണ്ടാവാം. ഇതിനാണ് നമ്മൾ സൈക്കോളജിയിൽ ലേണഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ഇതിനോടാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് തുടർച്ചയായ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും പരാജയങ്ങളും ഒക്കെ വരുമ്പോൾ മനുഷ്യൻ പിന്നീട് അതിനുവേണ്ടി ശ്രമിക്കാതെ പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനോട് ചേർത്ത് വെച്ച് നമ്മുടെ ആനക്കുട്ടിയുടെ കാര്യം. കുഞ്ഞാനയെ പഠിപ്പിക്കാനായിട്ട്, നല്ല ശീലങ്ങൾ പഠിപ്പിക്കാൻ, അതായത് കാര്യങ്ങളൊക്കെ നശിപ്പിക്കാതെ ശാന്തമായിട്ട് നിൽക്കാനായിട്ട്, അതിനെ പഠിപ്പിക്കാനായിട്ട് ചെറുപ്പത്തിലെ തന്നെ ആദ്യം എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ കാലിൽ കയറ് കെട്ടും, വലിയ വടം കെട്ടും, പിന്നെ അത് ചങ്ങലയാകും. ഈ ചങ്ങല അത് വലിച്ചുകൊണ്ടിരിക്കും. പക്ഷെ വലിക്കും തോറും എന്താണ് പറ്റുന്നത്? ആ കുഞ്ഞു കാലിൽ വ്രണങ്ങളുണ്ടാകും, അല്ലേ? വേദനിക്കും, വ്രണങ്ങളുണ്ടാകും, പിന്നെയും വലിക്കും. അങ്ങനെ അതിൻ്റെ മനസ്സിൽ ആ ചിന്ത അങ്ങനെ കയറിക്കൂടും. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഒരു കാര്യമില്ല, വെറുതെ വേദനിക്കാവുന്നുള്ളതേ ഉള്ളൂ. അവസാനം ആ ആനയ്ക്ക് മനസ്സിലാകും, അത് വലുതായി വരുംതോറും അതിനറിയാം, അതിന് എത്ര ശ്രമിച്ചാലും ഇതിൽ നിന്ന് എനിക്ക് മോചനം കിട്ടാനായിട്ട് സാധ്യമല്ല. അങ്ങനെ വലിയ ശക്തിയുള്ള ആനയാണെങ്കിൽ പോലും, എത്രയോ മടങ്ങ് ശക്തിയുള്ള ആനയാണ്. നമ്മൾ ഈ അടുത്തിടെ കണ്ടു ഒരു ആനയുടെ പരാക്രമം. ആ ആന ശാന്തനായിരുന്ന ഒരു ആനയാണെന്നാണ് പറയുന്നത്. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. സാഹചര്യത്തിന്റെ ആ ഒരു സമയത്ത് അതിന്റെ ശക്തി മുഴുവൻ പുറത്തെടുത്തു. എത്രയോ മരങ്ങളും ഒരാളിനെ തന്നെ കൊല്ലാനിടയായി. പിന്നെ പരിക്കേറ്റുണ്ട്. പിന്നെ അത് കൂടാതെ മരങ്ങളും കാറുകളും ഒക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ എന്ത് ശക്തിയാണ് ആനയ്ക്ക് ഉള്ളത്? എന്നാൽ ഈ ചെറുപ്പത്തിൽ തന്നെ കടന്നുകൂടുന്ന ഒരു മനസ്സിൽ കടന്നുകൂടുന്ന ആ ഒരു ലേണഡ് ഹെൽപ്ലെസ്നെസ് കൊണ്ടാണ് ഈ ആനയൊക്കെ ഇങ്ങനെ പൊതുവെ ശാന്തമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ മാറ്റം സംഭവിക്കുന്നത് എവിടെയാണ്? ഈ ലേണഡ് ഹെൽപ്ലെസ്നെസ്സിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നത് പ്രോത്സാഹനം ലഭിക്കുമ്പോൾ, പ്രതീക്ഷ ഉണ്ടാകുമ്പോൾ, അതുപോലെ ഭയത്തിന് പകരം നമ്മൾ ഭയന്നിരിക്കാതെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുമ്പോഴാണ് നമ്മൾ എന്തിലേക്ക് മാറുന്നു? ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന ആശയമാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് എനിക്ക് കഴിവില്ല എന്ന് ചിന്തിക്കേണ്ട കാര്യം ഇല്ല. ഇപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ പോലും കഴിവുകൾ ഇല്ലാത്തത് അത് സ്ഥിരമായ ഒരു കാര്യമല്ല. അതിനെ മാറ്റാൻ കഴിയും, അല്ലെ? ഇപ്പോൾ എനിക്ക് കഴിവില്ലെങ്കിലും പഠിച്ചാൽ എനിക്ക് വളരാൻ എന്ന ഒരു മനോഭാവം. എങ്ങനെയാണത് മാറ്റിയെടുക്കുന്നത്? പരിശ്രമത്തിലൂടെയും പഠനത്തിലൂടെയും തീർച്ചയായിട്ടും എനിക്ക് വളരാനാകും എന്നുള്ള ഒരു ചിന്ത, അല്ലേ? സൈക്കോളജിയിൽ ഇതിനാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. പ്രതീക്ഷകളുടെ നെറുകയിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾക്ക് അപ്രതീക്ഷിതമായിട്ട് തിരിച്ചടികളൊക്കെ നേരിടാം. അപ്പോഴത്തേക്ക് നമ്മളെ അത് വല്ലാതെ തകർത്ത് കളയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്നാൽ നമ്മൾക്കറിയാം, ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ പ്രതിസന്ധികളും സാഹചര്യങ്ങളും ഒക്കെ നമ്മെ കൂടുതൽ ശക്തരാക്കുന്നുണ്ട്, അല്ലേ? നമ്മൾക്കൊക്കെ ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്, അല്ലേ? സാഹചര്യങ്ങൾക്ക് മുമ്പിൽ നിന്നാൽ നമ്മൾ കീഴടങ്ങരുത്. അവയെ അതിജീവിക്കാനുള്ള ശരിയായ മനോഭാവം, നല്ല ആറ്റിറ്റ്യൂഡ്, ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ രൂപപ്പെടുത്തുന്ന ആ ഒരു നിമിഷമാണ് ഒരു മനുഷ്യനെ യഥാർത്ഥ വിജയത്തിൽ എത്തിക്കാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. അങ്ങനെ ഭയമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ശരിക്കും വിജയത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. സോ ലേണഡ് ഹെൽപ്ലെസ്നെസ് അല്ല നമുക്ക് വേണ്ടിയത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. അടുത്ത ഒരു കാര്യമാണ് ദ പവർ ഓഫ് സെൽഫ് ബിലീഫ്. ദ ബിലീഫ് ദാറ്റ് ഐ കൻ ഡു ദിസ്. Many people live inside
ഇൻവിസിബിൾ സൈക്കോളജിക്കൽ ബോക്സസ്. നമ്മൾ സൈക്കോളജിക്കൽ ബോക്സസ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളത്? ഫാമിലിയുടെ എക്സ്പെക്ടേഷൻസ്, പാസ്റ്റ് ഫെയിലിയേഴ്സ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾ, കമ്പാരിസൺസ്, പിന്നെ ജഡ്ജ്മെന്റ്, മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നുള്ള ആ ഒരു പേടി. ഇനി ഇതിന്റെയൊക്കെ പുറമെ സോഷ്യലായിട്ടുള്ള കണ്ടീഷനിങ്, ഇതൊക്കെ നമ്മുടെ ബോക്സുകളിൽ ഉണ്ട്. പച്ചീറ്റോയുടെ ജേർണി നമ്മളെ എന്താണ് കാണിക്കുന്നത്? ഇറ്റ് സിംബലൈസസ് ബ്രേക്കിംഗ് ദോസ് മെന്റൽ ബൗണ്ടറീസ്. തീർച്ചയായും നമ്മളത് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ പറയാറുണ്ട്, ദ ബിഗസ്റ്റ് പ്രിസൺ ഈസ് ഓഫൺ സൈക്കോളജിക്കൽ, നോട്ട് ഫിസിക്കൽ. ഇത് ആൽബർട്ട് ബണ്ടൂരയുടെ ഒരു തിയറിയുമായിട്ടും കണക്റ്റഡ് ആണ്. അതായത് വി പെർഫോം ബെറ്റർ എപ്പോൾ? വെൻ വി ബിലീവ് ദാറ്റ് വി ഹാവ് ദ എബിലിറ്റി ടു സക്സീഡ്. ആ ഒരു വിശ്വാസം, ആ ഒരു സെൽഫ് ബിലീഫ് തീർച്ചയായും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മൾക്ക് സക്സസിലേക്ക് എത്താനുള്ള നല്ല ഒരു ശക്തിയാണ്. ഇനി അടുത്ത ഒരു കാര്യമാണ് ദ ഇന്നർ ചൈൽഡ്. സൈക്കോളജിക്കലി പറഞ്ഞാൽ പച്ചീറ്റയോട് ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള ഒരു ഇന്നർ ചൈൽഡിനെയാണ് പ്രതിനിധീകരിക്കുന്നത്, അല്ലെ? നമ്മളിൽ പലരും നമ്മുടെ ബാല്യത്തിലെ അപമാനങ്ങളും വേദനകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ടാകാം. അത് നമ്മൾ വഹിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവാം, അല്ലെ? നമ്മളെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ള ഭയം നമ്മൾക്കുണ്ടാകാം. കാരണം ചെറുപ്പത്തിൽ നമ്മൾക്ക് അത് ധാരാളം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുപോലെ മറ്റുള്ളവരുടെ അംഗീകാരം നേടാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ പഴയ പല പല അനുഭവങ്ങൾ, അത് കാരണം നമ്മളെ തന്നെ സംശയിച്ചു പോകുന്നു. ഇതൊക്കെയാണ് ഇന്നർ ചൈൽഡില് നമ്മൾക്കൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത. എന്നാൽ പച്ചീറ്റോയുടെ ഈ കഥ നമ്മളെ ഓർപ്പിക്കുന്നത്, നമ്മുടെ ബാല്യത്തിൽ മണ്ണടിഞ്ഞു പോയ നമ്മുടെ സ്വപ്നങ്ങൾ, അത് നമ്മൾ മറന്നു കളയേണ്ടതില്ല. അത് വിലപ്പെട്ടത് തന്നെയാണ്. നമ്മൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ട കഴിവുകളെയും നമ്മൾക്ക് തീർച്ചയായും ഉണർത്താനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഒരു കാര്യമാണ് ഹോപ്പ്. പ്രതീക്ഷയില്ലാതെ കാര്യങ്ങളൊന്നും ശരിയാവില്ലല്ലോ, നമുക്കറിയാമല്ലോ. സോ ഹോപ്പിന്റെ സൈക്കോളജിക്കൽ ഫോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് അതിനും ഒരു മാന്ത്രിക ശക്തി ഉണ്ട്. പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു വികാരം മാത്രമാണോ? അല്ല. അതിന് സൈക്കോളജിയിൽ ഒരു മോട്ടിവേഷണൽ സിസ്റ്റം ആണെന്ന് തന്നെ പറയാം. നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഒരു ഭാവി ഉണ്ടാകും. നമ്മുടെ ശ്രമത്തിനെല്ലാം ഒരർത്ഥമുണ്ടാകും. മാറ്റങ്ങളൊക്കെ തീർച്ചയായിട്ടും സാധ്യമാവുകയും ചെയ്യും. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്? കോഗ്നിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകും, അല്ലേ? നമ്മുടെ ബ്രെയിൻ ബിക്കം സ്ട്രോങ്ങർ, ക്രിയേറ്റീവ് ആകും, സ്റ്റിമുലേറ്റഡ് ആകും ബ്രെയിന്. അപ്പോൾ നമ്മൾ കൂടുതൽ നന്നായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മളെ ശക്തമാക്കുകയും പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ പ്രചോദിപ്പിക്കുകയും, നമ്മളെ ലക്ഷ്യം എന്താണോ, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ, നമ്മുടെ മനസ്സിലെ ഹോപ്പ് എന്താണോ, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ പച്ചീറ്റോയുടെ കഥ നമ്മളിൽ പ്രതീക്ഷ ഉണർത്തുന്നത് എന്താണ്? പല പരിമിതികളും താൽക്കാലികം മാത്രമാണെന്നുള്ള ഒരു കാര്യമാണ്. അത് കാണിക്കുന്നതിന് അതിനാലാണ് ഈ കഥയിൽ കൂടി നമുക്ക് നല്ലൊരു മെസ്സേജും അവിടെ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ഒരു കാര്യമാണ് റെസിലിയൻസ് ആൻഡ് അഡ്വേഴ്സിറ്റി. അതായത് റെസിലിയൻസ് എന്താണ്? സ്ഥൈര്യം എന്ന് പറയും, അല്ലെങ്കിൽ അതിജീവന ശേഷി എന്നും പറയാം. അതേസമയത്ത് പ്രതികൂലമായ അവസ്ഥയാണ് അഡ്വേഴ്സിറ്റി. ഈ ഒരു കഥ ഇറ്റ് ഓൾസോ ടീച്ചസ് us struggle and adversity. It does not disqualify greatness. അതായത് ബുദ്ധിമുട്ടുകൾ മഹത്വത്തിന് തടസ്സമൊന്നുമല്ല, നമ്മൾക്ക് വിജയത്തിലേക്ക് എത്തുന്നതിന് ഉള്ള തടസ്സമേ അല്ല. നല്ല റെസിലിയൻസ് ഉള്ള, നല്ല മാനസികമായ ശക്തിയുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത്?
വേദനകളെയും പ്രതിസന്ധികളെയും ഒക്കെ അവർ പുതിയ അർത്ഥത്തിൽ കാണുന്നു. പരാജയങ്ങളിൽ നിന്നൊക്കെ അവർ പാഠം പഠിക്കുന്നു. പരാജയങ്ങൾ വരുമ്പോൾ ഇട്ടിട്ട് പോവുകയല്ല ചെയ്യുന്നത്, നിരാശപ്പെടുകയല്ല ചെയ്യുന്നത്, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ശക്തരായി മുന്നോട്ട് പോകും. ഭയമുണ്ടാകും, തീർച്ചയാണ്, മനുഷ്യരല്ലേ. നമുക്ക് ഓരോരുത്തർക്കും പല കാര്യങ്ങൾ ചെയ്യാനായിട്ടും തുടങ്ങാനായിട്ടും ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴും ഒക്കെ മറ്റുള്ളവരിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അവരുടെ കമന്റുകൾ മൂലം ഒക്കെ ധാരാളം ഭയമുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഭയമുണ്ടായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോവുക തന്നെ ചെയ്യും മാനസികമായ ശക്തരായ ആൾക്കാർ. അപ്പോൾ പച്ചീറ്റോയുടെ ജേർണിയും നമ്മെ ഇത് തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. അതായത് ചിലപ്പോൾ ജീവിതത്തിലെ കഷ്ടപ്പാടുകളാണ് മനുഷ്യനെ സ്വന്തം ശക്തി കണ്ടെത്താനായിട്ട് സഹായിക്കുന്നത്. ഭൗതികമായ സാഹചര്യങ്ങൾക്ക് നമ്മളുടെ ജീവിതത്തെ ചുരുക്കാൻ കഴിഞ്ഞേക്കാം, അല്ലെ? പക്ഷെ തളരാത്ത ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങളെ ലോകത്തിലെ ഒരു പെട്ടിക്കും ഒതുക്കാൻ സാധിക്കുകയില്ല, അതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല എന്ന ഒരു ചിന്ത നമ്മൾ മനസ്സിൽ വെക്കുക. അപ്പോൾ ഇതിന്റെ സമ്മറി നമുക്ക് നോക്കിയാലോ. നമ്മുടെയൊക്കെ സ്വപ്നങ്ങളെ തടവിലാക്കുന്നത് അതൊരു റിയാലിറ്റി അല്ല, പിന്നെന്താണ്? മറിച്ച് നമ്മുടെ മനസ്സിലുള്ള ഭയം, കണ്ടീഷനിങ്, ഇവയൊക്കെയാണ്. ആത്മവിശ്വാസക്കുറവ്, ഇവയൊക്കെയാണ് നമ്മുടെ സൈക്കോളജിക്കൽ ബോക്സിനെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. ആ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഭയമുണ്ട്, ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്, നെഗറ്റീവായിട്ട് നമ്മളെ ഓരോരുത്തരും ലേബിൾ ചെയ്ത കാര്യങ്ങളുണ്ട്, പിന്നെ കംഫർട്ട് സോണിൽ ഇരിക്കാനായിട്ട് നമ്മുടെ ഒരു പ്രകൃതം, അല്ലെ? ഒരു കംഫർട്ട് സോണിൽ എത്തിയാൽ അവിടുന്ന് പിന്നെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ഓക്കെ ഇത് മതി, എനിക്ക് സന്തോഷമുണ്ട്, ആ ഒരു രീതിയിൽ അവിടെ അങ്ങനെ നിൽക്കാതെ നമ്മൾ ഗ്രോത്തിലേക്ക് മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷെ അങ്ങനെയും ഈ ബോക്സിനകത്ത് ഈ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാനുള്ള ആ ഒരു പ്രകൃതവും ഉണ്ട്. ഇതിന്റെ ഒക്കെ ഉപരിയായി സമൂഹത്തിന്റെ പ്രതീക്ഷകൾ, ഇവയൊക്കെ സമൂഹത്തിന് നമ്മളെക്കുറിച്ച് ചില കാര്യങ്ങൾ, നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ചില കാര്യങ്ങളും ഉണ്ടാവാം. അപ്പോൾ അതാണ് ബോക്സ്. അപ്പോൾ അൺബോക്സിങ് എന്താണെന്നാണ് പറഞ്ഞത്? നമ്മൾ നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തെ കണ്ടെത്തണം, ഉള്ളിലെ ഭയങ്ങളെയൊക്കെ വെല്ലുവിളിക്കണം, സാധ്യതകളിലൊക്കെ നമ്മൾ വിശ്വസിക്കണം. നമ്മൾ നല്ല ഹോപ്പ് ഉണ്ടാകണം, നമുക്ക് ധാരാളം സാധ്യതകളുണ്ട്, നമുക്ക് പുറത്തു വരാൻ സാധിക്കും, വളരാൻ സാധിക്കും, നമ്മുടെ പരാജയങ്ങളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ സാധിക്കും. എന്നാൽ ഇതിന് വേണ്ടത് എന്താണ്? ധൈര്യത്തോടെ നമ്മൾ പ്രവർത്തിക്കണം. പ്രവർത്തനമില്ലാതെ ഒരു കാര്യവും നടക്കില്ലല്ലോ. അപ്പോൾ ആക്ഷൻ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കൊക്കെ കഴിവില്ലാത്തത് കൊണ്ടല്ല പല സമയങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകാൻ ഒരു സാധ്യതയുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? പിന്നെ നമ്മൾ ചെറിയവരാണ്, അല്ലെങ്കിൽ നമുക്ക് കഴിയില്ല, ഞാൻ പരാജയപ്പെട്ടു പോകും, ഇങ്ങനെയൊക്കെയുള്ള പല വിശ്വാസങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ, ഇവയൊക്കെ നമ്മുടെ മനസ്സിൽ അങ്ങനെ തറഞ്ഞിരിക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മൾ പരാജയത്തിൽ നിലനിൽക്കുന്നത്, മുന്നോട്ട് പോകാനായിട്ട് വിജയത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോകുന്നത്. ഈ ചിന്തകളൊക്കെ മാറുന്ന ആ നിമിഷത്തിലാണ് സാധ്യതകളൊക്കെ വികസിച്ചു വരാൻ തുടങ്ങുന്നത്. അപ്പോൾ ജീവിതത്തിൽ സാഹചര്യങ്ങളൊക്കെ എന്ത് തന്നെയായാലും നമ്മുടെ സ്വപ്നങ്ങളെ ഒരിക്കലും നമ്മൾ കൈവിടരുത് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് പണമില്ല, എനിക്ക് അനുകൂല സാഹചര്യങ്ങളില്ല എന്ന് പറഞ്ഞ് പ്രതിസന്ധികളാകുന്ന കാർഡ് ബോക്സ് പെട്ടികൾക്കുള്ളിൽ നമ്മുടെ സ്വപ്നങ്ങളെ പാക്ക് ചെയ്ത് വെക്കുന്ന ശീലം നമുക്കുണ്ടെങ്കിൽ അതിനെ നമ്മൾ പൂർണ്ണമായി ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകണം. നമ്മുടെ സ്വന്തം മനോഭാവത്തിനല്ലാതെ പുറമേയുള്ള മറ്റൊരു സാഹചര്യത്തിനും നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും നമ്മളുടേതായ ലക്ഷ്യങ്ങളുണ്ടല്ലോ, നല്ല നല്ല ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങളിലേക്കുള്ള നമ്മുടെ പ്രയത്നം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുക, അത് നമ്മുടെ ജീവിതചര്യയാക്കി തന്നെ മാറ്റുക. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വിജയലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ജീവിത വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും ഒക്കെ എത്തിച്ചേരാനായിട്ട് സാധിക്കും.
അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നിങ്ങൾ ശ്രദ്ധയോടെ എന്നെ കേട്ടതിന് എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും മുന്നോട്ട് വരിക. നിങ്ങളെ ഏവരെയും അതിനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. Good morning, Susan ma'am. വെരി ഗുഡ് മോർണിംഗ്. So impressive ആയിട്ടൊരു സെഷൻ മാം. എല്ലാരും സൈലന്റ് ആയിട്ട് കേട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ഇറ്റ് വാസ് എ വെരി വെരി ബിഗിനിങ് ഒരു സ്റ്റോറി കൊണ്ട് മാം തുടങ്ങി. അത് മോട്ടിവേഷൻ നമുക്ക് എല്ലാവർക്കും ആ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താ, അറ്റ് സം പോയിന്റ് ഓഫ് ടൈം നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേറ്റർ വേണം. ഈ മോട്ടിവേറ്റർ നമ്മളിനെ വി അനലൈസ് ourselves നെഗറ്റീവ്ലി. സോ ആ അനലൈസിംഗിൽ നിന്ന് നമ്മൾ പുറത്തു വരാൻ ആരെങ്കിലും, മോസ്റ്റ്ലി ഇപ്പൊ നമ്മൾ സ്റ്റോറീസ് ആയാലും ശരി നോക്കുമ്പോൾ ടീച്ചേഴ്സ് പ്ലേ എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഒരു സ്റ്റുഡൻറ്റിന്റെ ഗ്രോത്തില് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആ മനസ്സിലാക്കണം ഈ കുട്ടികൾ ദേ നീഡ് സംതിങ്. അവര് എന്തുകൊണ്ടാണ് ഈ പിന്നാക്കം നിൽക്കുന്നത്, അവരെ എങ്ങനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇവിടെ ഒരു ബാരിയറും ഇല്ല. Actually, there is no barrier for a teacher to see that she motivates the child and brings out its capacity. പിന്നെ ഇതിൽ 3 കാര്യങ്ങൾ മാം. ഒന്ന്, ചാലഞ്ചസ് ഇൻ ലൈഫ്. ഈ ചാലഞ്ചസ് ലൈഫ് നമ്മൾ എപ്പോഴും അടിച്ച് അമർത്താനുള്ള സാധ്യതകൾ കൂടുതൽ. ഇതിൽ നിന്ന് പുറത്തു വരണം. നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയ ഓരോരോ ആൾക്കും ഡെഫിനറ്റ്ലി ഒരു ചാലഞ്ച് ഉണ്ടായിട്ടുണ്ടാവും. ആ ചാലഞ്ചിനൊക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ട് ഇൻ അവർ ഓൺ വേ. ഈ സക്സസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സക്സസ് അല്ല. നമ്മളുടെ വാട്ട് ടു സേ കം ഔട്ട് ഫ്രം അവർ സെൽസ്. നമ്മൾ പിന്നെ വാട്ട് ടു സേ ഈ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് പേടിച്ചിട്ടും, ഞാൻ അങ്ങനത്തെ ഒരാളെ ആണെന്നുള്ളത് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യുന്ന ഒരാളാണ്. ബിക്കോസ് ബേസിക്കലി ഇൻട്രോവേർട്ട് ആണ്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് ഒന്നും നമ്മൾ അങ്ങനെ എൻകറേജ് ചെയ്യില്ല. നമ്മളെ ചീത്ത പറഞ്ഞ അടിച്ച് അമർത്തിയിരിക്കുന്നവരെ, നല്ല പഠിക്കുന്ന കുട്ടികളെ മാത്രം സപ്പോർട്ട് ചെയ്ത് ആക്റ്റീവായിട്ട്. ഇപ്പൊ ചിലപ്പോൾ നമ്മൾ പഠിക്കാതിരിക്കാൻ കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, വീട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് സർക്കംസ്റ്റൻസസ് ആയിരിക്കാം. സോ എനിവേ മാമിന്റെ ഒരു സ്റ്റോറി ആൻഡ് ഈ സൈക്കോളജി ഇൻസൈറ്റ്സ് ഒക്കെ പറയുമ്പോൾ റിയലി ഇറ്റ് ഈസ് വെരി എൻകറേജിങ്, മോട്ടിവേറ്റിംഗ് ആയിട്ട് ഒരു സെഷൻ എടുത്തതിന് താങ്ക് യു വെരി മച്ച് മാം. And we need more sessions from you. Your positive way of approaching to things also is encouraging to everyone. Thank you, ma'am. Thank you so much, ma'am, for your valuable feedback. തീർച്ചയായിട്ടും ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. പിന്നെ മാം പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം ലൈഫിൽ ഇഷ്ടം പോലെ ചാലഞ്ചസ് ഉണ്ട്. ജീവിതത്തിലുടനീളം ചാലഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ ലക്ഷ്യങ്ങൾ വേറെയാണ്, നമുക്ക് നമ്മുടേതായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യത്തിൽ മാം പറഞ്ഞതുപോലെ ഉറച്ചു നിൽക്കുക. നമ്മൾ മറ്റുള്ളവരുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന്, പോസിറ്റീവായിട്ടുള്ള നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രതിസന്ധികളൊക്കെ വരുന്നതിനെ നമ്മൾ ധൈര്യത്തോടെ നേരിടുകയും പ്രതീക്ഷയും, പിന്നെ പോലെ മാം പറഞ്ഞതുപോലെ ടീച്ചേഴ്സും ഒക്കെ ഇവർക്കൊക്കെ ഇതിൽ നല്ലൊരു പങ്കുണ്ട്. നമ്മളെ എൻകറേജ് ചെയ്യാനായിട്ട്, ഓരോ കുട്ടിയും എൻകറേജ് ചെയ്ത് അവന് കഴിവുള്ളവനാണെന്നുള്ള ഒരു ബോധ്യം, പഠിച്ച് വളരാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫിൽ ചേഞ്ച് വരുത്താൻ പറ്റും എന്നുള്ള ഒരു ബോധ്യം, അത് ടീച്ചേഴ്സിന് മാത്രമല്ല നമ്മുടെ ലൈഫിൽ പലർക്കും നമുക്ക് നല്ലൊരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കും. സോ താങ്ക് യു വെരി മച്ച് മാഡം. Good morning, ma'am. യെസ്, വെരി വെരി ഗുഡ് മോർണിംഗ്. വളരെ നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. എനർജറ്റിക്, പവർഫുൾ, നന്നായിട്ട് നമ്മളെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. വെറുതെ പറഞ്ഞതല്ല, ശരിക്കും. താങ്ക് യു സോ മച്ച് സർ. നമ്മളെ ജീവിതത്തിലെ പ്രശ്നങ്ങള്, അതുപോലെ പ്രതിസന്ധികളൊക്കെ നമ്മളെ ഇരുട്ടുകൊണ്ട് മൂടുമ്പോൾ നമ്മൾ എവിടെയും തളരാതെ നമുക്ക് വേണ്ടി പ്രകാശിക്കുന്ന ഒരു മെഴുകുതിരി വെട്ടമെങ്കിലും ഉണ്ട് എന്ന് ഉള്ള ആ ഹോപ്പോട് കൂടി നമ്മുടെ ലൈഫിനെ നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാതെ ആ ഇരുട്ടിലേക്ക് ഞാൻ ഇനി ഇരുട്ടിലാണ് എന്ന് വിചാരിച്ച് അവിടെ
അവിടെ ആ ഞാൻ പറഞ്ഞ പോലെ ആ കോൺസെൻട്രേഷൻ ഇങ്ങനെ ഒളിച്ചങ്ങനെ ആരും ഇതാകാതെ ഇരിക്കാതെ അതിനെ തല്ലിപ്പൊട്ടിച്ച് ഗ്രോത്ത് മൈൻഡ് സെറ്റ് കൊടുത്ത് എന്താ ഹോപ്പ് നമ്മൾ എന്ത് ചെയ്ത ആ ഹോപ്പില് നമ്മൾ പ്രതീക്ഷ അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രകാശിപ്പിക്കും എന്ന് നമ്മൾ തന്നെ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യുക അവിടെ പ്രകാശം കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ള ഒരു നല്ലൊരു മെസ്സേജും കൂടെ നമ്മുടെ ഈ സെഷനിൽ കിട്ടി. എനിവേ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച് സാർ. സാറിന്റെ ആഡ് ഓണും, അതായത് ഒരു തരി മെഴുകുതിരി വട്ടം, തീർച്ചയായിട്ടും അതും വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. താങ്ക് യു വെരി മച്ച്. ഹലോ മാം, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. അടിപൊളി സെഷൻ ആയിരുന്നു മാം. നല്ല പ്രസൻറ്റേഷൻ ആയിരുന്നു. നല്ലൊരു പോസിറ്റീവ് വൈബ് നമ്മുടെ മൈൻഡിലൊക്കെ മാം നിറച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മാം മിക്കവർക്കും മുന്നോട്ട് വരാൻ ആഗ്രഹമുള്ളവരായിരിക്കും. ഈ പറയുന്ന കണക്ക് പിന്നെ മൈൻഡ് സെറ്റിനെ അവർ ഗ്രോത്ത് ആക്കുന്നില്ല. അതുപോലെ തന്നെ മൈൻഡ് ഫുള്ളായിട്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നിറഞ്ഞിരിക്കുകയാണ് മിക്കവരുടെയും. അത് കാരണം തന്നെയാണ് ഇവർ ഈ ഒതുങ്ങിക്കൂടുന്നത്. നല്ലൊരു സെഷൻ ആയിരുന്നു മാം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വെരി ട്രൂ. പലരും മനസ്സിൽ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു ചിന്തകൾ വല്ലാതെ വരിഞ്ഞു മുറുക്കി ഇരിക്കുന്നുണ്ടാവാം. അപ്പൊ അതിൽ നിന്ന് തീർച്ചയായും പുറത്ത് ചാടണം. ഓക്കെ മാം. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരാണെന്ന് എനിക്ക് പേര് കാണുന്നില്ല. വിവോന്നേ കാണുന്നുള്ളൂ. ഫൗസിയാണ്. ഓ, ഫൗസിയ. ഓക്കെ, ഫൗസിയുടെ പേര് കാണിക്കുന്നില്ല. അതെ അതെ. അതെന്താർക്കറിയാം, അന്ന് വീഡിയോ കോൾ ഓൺ ആയതിന്റെ ശേഷം അങ്ങനെ ആയത്. അതുവരെ ഉണ്ടായിരുന്നു. കുറച്ചു നാളായി ഫൗസിയെ കണ്ടിട്ട്. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ക്ലാസ് ഫുള്ള് കേട്ടു. നമ്മളെവിടേക്കോ കൊണ്ട് എത്തിച്ചു മാമ്. ആനയുടെ കഥയും എല്ലാം നല്ല എന്താ പറയാ, നമുക്ക് ഒക്കെ അത്യാവശ്യമായ കാര്യങ്ങൾ തന്നെ. നമ്മളൊക്കെ എവിടെയൊക്കെ നമ്മളെ മൈൻഡ് ശരിയല്ല, ആ മൈൻഡൊക്കെ ഒന്ന് എടുത്തു വന്നു. രാവിലെ തന്നെ തലച്ചോറൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് വന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് സൂസമ്മ. ഗുഡ് മോർണിംഗ്. ആതിരയാണല്ലേ? അതെ അതെ. ഓക്കെ. രാവിലെ തന്നെ ഒരു സ്റ്റോറിയിലൂടെ നല്ലൊരു മോട്ടിവേഷൻ കിട്ടി. നമ്മുടെ മൈൻഡിന്റെ ഒരു കഴിവുണ്ടല്ലോ, നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കും. നമ്മളൊന്നും പറ്റില്ല എന്ന് വിചാരിക്കും, പക്ഷെ എല്ലാം നമുക്ക് സാധിക്കും എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് മാം ഒരു സ്റ്റോറിയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നു. വളരെ നല്ല ക്ലാസ് ആണ്. രാവിലെ തന്നെ ഒരു എനർജി കിട്ടി അതിൽ നിന്ന്. Oh, I'm so glad. Thank you so much. Okay, thank you, ma'am. Okay, thank you. സഞ്ജനയെ കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? പോയോ? എന്നെ ഹോസ്റ്റ് ആക്കിയിട്ട് ആള് കടന്നു കളഞ്ഞല്ലേ? നമ്മളുടെ മോർണിംഗ് സർക്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനുള്ള ക്ലാസ്സുകളാണല്ലോ അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോ നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്യാം. അതെ, തീർച്ചയായിട്ടും. എല്ലാവരും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ഉണ്ടാവട്ടെ. വിഷിംഗ് എവരിബഡി എ സൂപ്പർ ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Okay. Thank you, ma'am. You're welcome. Thank you. Best wishes to all. Thank you. Have a nice day.